കിട്ടി. താജ്മഹൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു? താജ്മഹൽ വന്നു കഴിഞ്ഞാൽ ഷൂ പുറത്തൊക്കെരുത്. പുറത്തുവെച്ചാൽ പോലീസ് ഉണ്ടാവും. ഞങ്ങൾ 10 പേര് കൂടിയിട്ട് നമ്മുടെ താജ്മഹൽ കാണാൻ പോവാണ്. ബഡ്ജറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിൽ ഇടാം. ലോ ബഡ്ജറ്റ് ആയിട്ടാണ് പോണേ. അതുകൊണ്ട് നമ്മൾ ഓട്ടോ, ട്രെയിൻ അങ്ങനെയൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. ബഡ്ജറ്റ് ട്രിപ്പ് വന്നിട്ടുള്ള നമ്മളെടുത്ത് ഇയാളെ എങ്ങനെ പറ്റിക്കാൻ നോക്കിയിട്ടൊരു കാര്യമില്ല. ഒരാൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ എത്ര സമയം എടുത്തു പറയും. ഞാനിപ്പോൾ ഇവിടെ 2ാം തൊട്ട വരണേ. പക്ഷെ ഞാനിവിടെ ഓട്ടോ ഇറങ്ങിക്കേണ്ടി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായൊന്നുമില്ല കേട്ടോ. ഏത് വഴിയാ പോകേണ്ടതെന്ന് മനസ്സിലായില്ല. പിന്നെ കുറച്ചുള്ളിലേക്ക് വന്നപ്പോഴാണ് ഗേറ്റ് ഒക്കെ കണ്ടത്. നമുക്ക് പിന്നെ ബോറടി എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു 10 പേരുണ്ട്. എങ്ങനെ പോലെ അടിപൊളിയായിരിക്കും. അത് നിങ്ങൾക്കറിയാലോ, ഗ്രൂപ്പായിട്ട് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും അടിപൊളിയായിരിക്കും. ഞങ്ങളൊരു 3 പേര് വെച്ചിട്ട് ബാക്കി എല്ലാവരും താജ്മഹൽ ആദ്യമായിട്ടാണ് കാണാൻ പോണേ. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരിക്കും. ഈ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് എക്സ്പെൻസ് വളരെ കുറവാണ്. ഇപ്പം ഈ കാണുന്നത് ഓൺലൈൻ ബുക്ക് ചെയ്ത ഒരവസ്ഥയാണ്. ഡിസംബർ ടൈമുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ആയിരിക്കും അവസ്ഥ. ഏറ്റവും ബെറ്റർ വെക്കേഷൻ ഇല്ലാത്ത ടൈമുകളിൽ നമ്മൾ സെക്യൂരിറ്റിയുടെ ചെക്കൊക്കെ വേണ്ടത് ഉള്ളിലേക്ക് കയറാണ്. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫീല് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ആ ഒരു ടെമ്പറേച്ചറൊക്കെ ഒരു ഓറഞ്ച് ടെമ്പറേച്ചർ ഫീലില് രാവിലെ അവർ കയറുന്ന ഫീൽ അത്ര രാവിലെ അല്ല ഇത്, എന്നാലും നമുക്ക് ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടം വരെ എത്തിയിട്ട് ഈ എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് താജ്മഹൽ കയറാൻ പോവാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ താജിൻ്റെ ആ ഒരു വൈറ്റ് ഏരിയ നമുക്കിങ്ങനെ ഇതിൽ കൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണും. നമ്മൾ ഓരോ മൂവ്മെൻറ്റ് നമ്മൾ പോകുന്നതോറും നമുക്ക് അതിങ്ങനെ വിസിബിളായിട്ട് ഇങ്ങനെ വരും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഡാർക്കിൻ്റെ ഉള്ളിലാണ്, നമ്മൾ ഒരു ഡാർക്ക് കളറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു വെളിച്ചടിച്ച് പിന്നെ നമ്മളത് ഇത് കഴിഞ്ഞിട്ട് നമ്മളത് പാസ് ചെയ്ത് പോകുമ്പോൾ ആ വെളിച്ചിങ്ങനെ പയ്യെ ഫെയ്ഡായി നമ്മൾ ആ ഒരു താജ്മഹൽ നമ്മുടെ അതിലേക്ക് വിസിബിളായി വരുമ്പോൾ ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളി ഫീലാണ്. ഈ താജ്മഹലിന്റെ സിംബൽ ഓഫ് ലവ് എന്ന് പറയുന്നതിനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും പല കഥകളും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളിതൊരു വട്ടം ഒന്ന് വിറ്റ്നസ് ചെയ്യണം. അതിൽ കുറേ നമ്മൾ ആ ഒരു കാലത്ത് ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളിങ്ങനെ നമുക്കൊരു ഭയങ്കര കൗതുകമായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാനിപ്പോൾ താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ്. ഞാനിപ്പോൾ ഒരു 2 വട്ടമായി ഇവിടെ വരുന്നത്. ഇന്ന് തിങ്കളാഴ്ചയാണ്, പക്ഷേ തിരക്കുണ്ട്. കാരണം ക്രിസ്മസിൻ്റെ ഒരു വെക്കേഷനാണ്, അതുകൊണ്ട് തിരക്കൊക്കെ നന്നായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞോട്ട് വന്നപ്പോൾ മുകളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മുകളിൽ കയറാൻ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. താജ്മഹലിൻ്റെ അവിടെ കയറിയിട്ടുണ്ട്, പക്ഷേ ആ ശവകുടീരത്തിൻ്റെ അവിടേക്കൊന്നും എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത്തവണ എന്തായാലും അതിലേക്ക് കയറണം. ഞങ്ങൾ ടിക്കറ്റെല്ലാം ഓൺലൈനാണ് എടുത്തത്. അപ്പോൾ ഓൺലൈനാണെങ്കിൽ നമുക്കത് സുഖമായിട്ട് ഈസിയായിട്ട് കയറാം. പിന്നെ ക്യാമറയ്ക്ക് വേറെ ചാർജൊന്നുമില്ല. മുമ്പ് ഒരു ഫീ ഉണ്ടായിരുന്നു, 50-100 അങ്ങനെ ഫീ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ക്യാമറയ്ക്ക് അങ്ങനെ ചാർജൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ നിന്ന് ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ തന്നെയാണ് ചൂസ് ചെയ്തത്. കഴിഞ്ഞ വട്ടം വരുമ്പോൾ ഫ്ലൈറ്റ് ചൂസ് ചെയ്തില്ല, പക്ഷെ ഇത്തവണ ടൈം ഉണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ട്രെയിനാണ് ചൂസ് ചെയ്തത്. കുഴപ്പമില്ലായില്ല. പക്ഷേ ട്രെയിൻ ഭയങ്കര ഡിലേ ആയിരുന്നു. നമ്മളൊരു 6 മണിക്ക് എത്തുന്നതിന് പകരം കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റഷ് ക്രൗഡായിട്ടുള്ള ഫീൽ ചെയ്യണത്. പക്ഷേ നിങ്ങൾ വരണവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ നോക്കാം. നേരത്തെ കഴിഞ്ഞാൽ നല്ലൊരു ഫീൽ കിട്ടും. താജ്മഹൽ കണ്ടിട്ട് എന്ത് തോന്നുന്നു?
ഇങ്ങനെയൊക്കെ ഇരിക്കും. എന്ത് തോന്നുന്നു? താജ്മഹൽ കുറച്ചുകൂടെ നന്നായിട്ട് പണിയായിരുന്നു, ഇച്ചിരി കുറവുണ്ട്. നമ്മളെ ശവകുടീരത്തിന്റെ അവിടെ കയറുമ്പോൾ ഒന്നല്ലെങ്കിൽ ഷൂ ഇടാതെ കയറാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അവിടെ തന്നെ കവേഴ്സ് ഉണ്ടാവും, നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ. ഇങ്ങനെ പയ്യെ ക്യൂ, ചെറിയൊരു തിരക്കൊക്കെ ഉണ്ട്. ചെറുതായിരുന്നില്ല, അത്യാവശ്യം വലിയ തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ എന്നാലും ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ക്യൂ ആയിരുന്നു. അപ്പൊ അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ കയറി, പക്ഷെ ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ക്യാമറ ഫോണൊന്നും അലൗഡ് അല്ല ഉള്ളില്. പിന്നെ ഈ കാണുന്നതാണ് യമുന. യമുന നദിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്കിൽ അങ്ങോട്ട് നമുക്ക് ഷാജഹാൻ വേറൊരു ബ്ലാക്ക് താജ്മഹലോ അങ്ങനെ എന്തോ പണിയാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഞാൻ എൻ്റെ ക്യാമറ സിദ്ധാർത്ഥിന് കൊടുത്തേക്കാണ്. ഇപ്പം അവൻ ഫോട്ടോഗ്രാഫർ, മോഡൽസ്, ഞങ്ങളെല്ലാവരും ഷൂവും കോട്ടും പിടിക്കുന്ന ചെറു. ഇനി ഷൂ മറന്നേക്കരുത് കേട്ടാ. ഷൂട്ട് കണക്ക് അത്രയും പറയാനുള്ളൂ. താജ്മഹൽ വന്നു കഴിഞ്ഞാൽ ഷൂ പുറത്തേക്കരുത്, പുറത്തുവെച്ചാൽ പോലീസ് ഉണ്ടാവും. ഷൂവിന്റെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഞങ്ങൾ പുറത്ത് വെച്ചു. അതായത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്ന് സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായി. അപ്പൊ ആ ഷൂ പോലീസുകാർ എടുത്തുണ്ടായി, അവര് പിന്നെ വേസ്റ്റ് ബിന്നിൽ ഇട്ട് വെച്ചിട്ടുണ്ടായി. അവസാനം കിട്ടി ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് താജ്മഹലിന്റെ സൈഡ് വ്യൂ കണ്ടിട്ട് ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യാണ്. അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ അവിടെ. എനിക്ക് തോന്നണേ നമ്മൾ രാവിലെ വന്നോണ്ട്, അത് ഒരുപാട് നേരത്തെ അല്ല, എന്നാൽ ഈ ടൈമിൽ വന്നോണ്ട് കളറിങ് ഒക്കെ നല്ല രസമുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നേരത്തെ ഒരു 6 മണി റേഞ്ചിലൊക്കെ നമുക്ക് കയറാൻ പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര വ്യൂ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ നമുക്ക് ഓരോ ഡിസൈൻസും ഭയങ്കര ഒരു എന്താ പറയാ, മൈന്യൂട്ടായിട്ടും ഡിസൈൻസ് ഒക്കെ ഭയങ്കര ശ്രദ്ധിച്ച് പണ്ടേ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓരോ സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ശരിക്കും എനിക്കൊന്ന് ആർക്കിടെക്ചർ ഫീൽഡിലുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു സ്ഥലമാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. അവർക്ക് കുറെ പഠിക്കാനും കുറെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോ നമുക്കൊരു വീഡിയോ നോക്കുമ്പോൾ നമ്മൾ കുറെ കൺഫ്യൂസ്ഡ് ആണ്. അതുപോലെ അല്ല, ഇത് പണ്ടേ ഇങ്ങനെ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കില്ലേ. ഞങ്ങളത് കണ്ടു കഴിഞ്ഞിട്ട് പയ്യെ തിരിച്ചു പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിലെ വ്യൂ ഒക്കെ ഉണ്ട്. ഫ്രണ്ട് വ്യൂ മാത്രമാണ് അടിപൊളി എന്ന് കുറെ പേര് പറയാറുണ്ടെങ്കിലും എനിക്ക് ഈ സൈഡിലത്തെ ഈ വ്യൂ ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കണോണ്ടായിരിക്കാം എനിക്ക് ഈ ഫ്രെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഗ്രീനും വൈറ്റും ആ ഒരു കളർ ടോൺ ഭയങ്കരമായിട്ട് നല്ലൊരു ഫ്രെയിമാണത്. ഞാനിപ്പോൾ അതിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞാൻ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോഴായിരുന്നു അടുത്ത വ്യൂ, അടുത്തൊരു ആംഗിൾ കാണുന്നത്. ഇവിടെ കുറെ ഏത് ആംഗിളിന് എടുത്താലും അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ചു നേരത്തെ കണ്ട ആംഗിളാണ്, പക്ഷെ ഇതും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ആംഗിളാണ്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു ഒരു മലയാളി കട എന്ന് പറഞ്ഞൊരു കട കണ്ടു. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ മലയാളീസ് ഒന്നല്ല, പണ്ടാരോ നടത്തി വെച്ചതാണ്. പിന്നെ ഇതിപ്പോ മലയാളീസ് എന്നുള്ള പേര് നടക്കുന്നത്. പക്ഷെ കട കുഴപ്പമില്ല, നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. കുറച്ച് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കട ഉണ്ട്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോയിൽ തിരിച്ച് പോവാണ്. ഞങ്ങളിനി രാജസ്ഥാനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് എൻ്റെ വോയിസും പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യണതായാലും യൂട്യൂബിലുള്ള പരിപാടികളായാലും എല്ലാ കാര്യങ്ങളായാലും ഞാനൊരു ബിഗിനറാണ്. അപ്പം അതിൻ്റെതായ പരിമിതികൾ എനിക്കുണ്ട്. ഞാൻ പറയണേലായാലും വ്യത്യാസങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലും കാര്യങ്ങളായിട്ട് പറയാം. ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പറയാം.